ഇന്ന് ദൈവസന്നിധിയിൽ ധ്യാനിക്കാൻ പോകുന്ന വിഷയം, യുവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് വിൽ ലീഡ് യു ടു സക്സസ്. ക്രിസ്തു യേശുവുക്കുൾ ഉള്ള വിശ്വാസം നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് വഴി നടത്തും. ജനം കേൾക്കെ തൻ്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു കഫർനഹൂമിലേക്ക് ചെന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 1-ാമത്തെ ഭാഗം മുതൽ 1-ാമത്തെ വാക്യം തൊട്ട് 10-ാമത്തെ വാക്യം വരെ ധ്യാനിക്കാൻ പോകുക. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തൻ്റെ ദാസന്മാരെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളി തീർത്ത് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട് കൂടെ പോയി വീടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ യേശുവിൻ്റെ അടുക്കൽ അയച്ചു. കർത്താവേ, പ്രയാസപ്പെടേണ്ട, അങ്ങ് എൻ്റെ പുരയ്ക്ക് അകത്ത് വരാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് അങ്ങയുടെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെ ഉള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. അടുത്തിരിക്കുന്നവരുടെ കരം പിടിച്ച് പറഞ്ഞാട്ടെ, സൗഖ്യത്തോടെ കണ്ടു. ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ്. പല പ്രാവശ്യവും പലരിൽ നിന്ന് ഈ ഭാഗം നമ്മൾ കേട്ടിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ടെങ്കിലും നമ്മളിതിന് അടിസ്ഥാനമായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കി ദൈവം ഈ ഭാഗങ്ങളിലിരുന്ന് നമ്മെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശം നാം ധ്യാനിച്ച് മുമ്പോട്ട് പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തു യേശുവുക്കുള്ള വിശ്വാസം നമ്മെ അനുഗ്രഹത്തോടെ അഭിവൃദ്ധിയോടെ വഹിപ്പാനും വഴി നടത്തുവാനും ഇടയാകും. ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് കഫർനഹൂമിൽ ചെന്നു. ഹി ലെഫ്റ്റ് നസ്രേത്ത് വിട്ട് കഫർനഹൂമിലേക്ക് വരുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണാൻ കഴിയും. അവിടെ വന്നപ്പോൾ യേശു അവിടുത്തെ പ്രധാനപ്പെട്ട പാത്രമാണെങ്കിലും കൂടാതെ അവിടെ 3 കഥാപാത്രങ്ങളുണ്ട്. 1 ശതാധിപൻ, 2 അവൻ്റെ ഭവനത്തിൽ മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു അടിമ, 3 യഹൂദന്മാരുടെ മൂപ്പന്മാർ. ഈ 3 പേരെയും ഒന്ന് അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫാമിലി ഹിസ്റ്ററി, അവരുടെ ചരിത്രം ഒന്ന് അല്പമെങ്കിലും മനസ്സിലാക്കി മുമ്പോട്ട് ധ്യാനിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വളരാൻ കഴിയും. നമുക്ക് പലപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ വായിച്ച് നമ്മുടെ വിശ്വാസത്തെ ജീവിതത്തെ പ്രചോദിപ്പാനും പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ വായിക്കുന്ന ഒരു ഭാഗങ്ങളാണ്. പക്ഷേ ഈ 3 കൂട്ടരും, യേശു ക്രിസ്തു കൂടാതെ 3 കൂട്ടർ അവിടെ ഉണ്ട്. ശതാധിപനും അവൻ്റെ അടിമ, അവൻ്റെ വീട്ടിൽ കിടന്ന ദാസൻ, 3 യഹൂദന്മാരുടെ മൂപ്പന്മാർ. ഈ 3 പേരും ആ കാലഘട്ടത്ത്, ഇന്നത്തെ കാലമല്ല, ആ കാലഘട്ടത്ത് അവരുടെ ആ ദേശത്ത്, അവരുടെ കുലത്തിൽ, അവരുടെ മതത്തിൽ, അവരുടെ ജീവിത ചരിത്രത്തിൽ, അവരുടെ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആചാരപ്രകാരം എല്ലാവർക്കും അവരവരുടെ വിശ്വാസ ജീവിതമുണ്ട്, അവരവരുടേതായ ലൈഫ് സ്റ്റൈലുണ്ട്, അവരുടേതായ സംസാര സ്റ്റൈലുണ്ട്. കാരണം അതെല്ലാം മറികടന്ന് അതിനപ്പുറമായിട്ട് ഒരു ദൈവികമായിട്ട് ചിന്തിച്ച് 3 കൂട്ടരുടെ ജീവിതത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. ശതാധിപൻ്റെ വിശ്വാസം മാത്രമല്ല, ആ 3 കൂട്ടരും ഒത്തൊരുമിച്ച് വിശ്വസിച്ച് രക്ഷയ്ക്കായി കാത്തിരുന്നത് കൊണ്ട് ആ ടീം വർക്ക് ഭയങ്കര സക്സസ്ഫുൾ ആവാൻ ഇടയായി. അവിടെ ശതാധിപൻ, സെഞ്ചുറിയൻ, റോമൻ പട്ടാളക്കാരൻ്റെ ഹെഡ് കമാൻഡറായിരുന്നു, വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു. ഹീസ് ഒരു മൈറ്റി ഓഫീസർ. ആ ദേശത്ത് വളരെ മാനിക്കപ്പെട്ട, അല്ലെങ്കിൽ അധികാരത്തിൽ ഇരുന്നവനാണ് ആ ശതാധിപൻ. ആ ശതാധിപൻ്റെ കീഴിൽ ഏകദേശം ഒരു 100
പട്ടാളക്കാരെങ്കിലും മിനിമം ഉണ്ടായിരിക്കും. അത്രയ്ക്കൊരു ഗ്രേറ്റ് കമാൻഡറായിരുന്നു അവൻ. റോമ സാമ്രാജ്യത്തിൻ്റെ ഒരു നട്ടെല്ലാണ്. കാരണം അവൻ അത്രമാത്രം ആ ദേശത്തെ വാഴാനുള്ള അധികാരം അവന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്ന ഈ ശതാധിപൻ, അവൻ്റെ ദാസൻ തളർന്നു പോയി. അവൻ മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആ കാലഘട്ടത്ത് റോമർക്ക് എപ്പോഴും യഹൂദന്മാർ ഒരു പുച്ഛമാണ്. അവർ പരസ്പരം തമ്മിൽ യാതൊരു ഐക്യത ഉണ്ടാകത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ തമ്മിൽ ഐക്യതയില്ലാത്തത്, റോമർക്ക് അനേക ദൈവങ്ങളുണ്ട്, വിഗ്രഹ ആരാധിക്കുന്നവരാണ്. പക്ഷേ യഹൂദന്മാർ ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പം ആ ദേശത്തെ യഹൂദന്മാരെ വാഴുന്നവർ റോമർ ആയതുകൊണ്ട് പലപ്പോഴും റോമർ ഇവർക്ക് സത്യ ദൈവത്തെ ആരാധിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിലും പല പ്രാവശ്യവും അവരെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, കോൺഫ്ലിക്റ്റ് വരുന്നത് മതപരമായ വിഷയത്തിലാണ്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. പൊതുവെ നമ്മൾ ബൈബിളെല്ലാം വായിച്ച് ആ അറിവിൽ ഇരിക്കുമ്പോൾ, ബൈബിൾ വായിച്ച് അറിവുള്ള മറ്റൊരു വ്യക്തി നമ്മുടെ മുൻപിൽ വന്നാൽ നമ്മൾ ഉടനെ നമ്മുടെ അറിവിനെ അവിടെ എന്തു ചെയ്യും? വെളിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ബൈബിൾ വായിച്ച് അറിവുള്ള അവനും എന്തു ചെയ്യും? ആ വ്യക്തിയും അവൻ്റെ അറിവിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവസാനം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഞാൻ ഈ ബുദ്ധിജീവികളുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അവസാനം ഇവർ തർക്കിച്ച് എന്തു ചെയ്യും? അതേപോലെയാണ് നമ്മൾ ഏത് മതത്തിലെടുത്താലും നമ്മൾ മറ്റുള്ള മതത്തോട് നമ്മുടെ മതപരമായ വിശ്വാസം കമ്പയർ ചെയ്യുമ്പോഴാണ് അവിടെ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വലിയ പ്രശ്നം നടക്കുന്നത് എപ്പോഴും മതപരമായ അടിസ്ഥാനമായിട്ടുള്ള ആ വിശ്വാസം മുമ്പിൽ കൊണ്ടുവരുമ്പോഴാണ്. നിങ്ങൾ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ വഴക്കിടുന്നത് മതപരമായ, തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളും മതപരമായ വിശ്വാസത്തിൽ കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് വലിയ വഴക്കിലേക്ക് പോകുന്നത്. അപ്പം യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്ത് യഹൂദന്മാരുടെ ഉള്ളിൽ തന്നെ അഭിപ്രായങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു. യേശുക്രിസ്തു ഒരു ടീമായിട്ട് ശുശ്രൂഷിക്കുന്നു, യോഹന്നാൻ മറ്റൊരു ടീമായിട്ട് ശുശ്രൂഷിക്കുന്നു, പിന്നെ ന്യായാധിപന്മാർ, പുരോഹിതന്മാർ, ഫരിസേന്മാർ, അവിടെ വേറൊരു ടീം. എല്ലാവർക്കും അവരവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും തമ്മിൽ യോജിക്കാത്തത് കൊണ്ട് എപ്പോഴും എന്തുണ്ടാവും? അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടാവും. അങ്ങനെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സംഭവമാണ് നാം ഇന്ന് ദൈവസന്നിധിയിൽ ധ്യാനിക്കാൻ പോകുന്നത്. എന്നെ വളരെ ആകർഷിച്ച് ചിന്തിച്ച ഒരു വിഷയമാണ് ഇന്ന് ദൈവസന്നിധിയിൽ ദൈവമക്കളോടൊപ്പം ഞാൻ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ കമാൻഡർ, ഈ ശതാധിപൻ ഈ നല്ല ഒരു പൊസിഷനിലേക്ക്, ഈ അതോറിറ്റിയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ അതിനുവേണ്ടി കഠിനമായിട്ട് അധ്വാനിച്ച്, അതിനുവേണ്ടി പഠിച്ച്, അതിനുവേണ്ടി അവൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത്, അവൻ്റെ സ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത്, അവൻ സമർപ്പണമുള്ളവനായിട്ട്, അച്ചടക്കമുള്ളവനായിട്ട്, തീഷ്ണത ഉള്ളവനായി, ലക്ഷ്യമുള്ളവനായിട്ട് അവൻ നടന്നതുകൊണ്ട് മാത്രമേ ഈ പൊസിഷനിലേക്ക് വരാൻ കഴിഞ്ഞുള്ളൂ. വലിയ പൊസിഷനിലിരിക്കുന്നവർക്കറിയാം, മറ്റുള്ളവർ പറയും HOD എന്ന് പറയും. പക്ഷേ ആ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന വ്യക്തിക്കറിയാം എത്ര കഠിനമായിട്ട് അധ്വാനിച്ച്, അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത്, സാക്രിഫൈസ് ചെയ്ത്, വേർത്ത്, അതിനുവേണ്ടി പണം ചെലവാക്കി, എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു വലിയൊരു പൊസിഷനിലേക്ക് വരുന്നത്. വലിയ പൊസിഷനിലിരിക്കുന്നവർ മറ്റുള്ളവർ പുകഴ്ത്തുമ്പോൾ അവർ പറയണ്ട, ഞാൻ ഇച്ഛ വരച്ചത് എനിക്കറിയാം, ഞാൻ എത്രമാത്രം സാക്രിഫൈസ് ചെയ്തതെന്ന് എനിക്കറിയാം. അവരുടെ ഒരു സാക്രിഫിഷ്യൽ ലൈഫാണ് അവർ ഉന്നത നിലയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ ശതാധിപനെ നോക്കുമ്പോൾ ഹി വാസ് ഇൻ എ ഗ്രേറ്റ് പൊസിഷൻ, ഒരു വലിയൊരു പൊസിഷനിലായിരിക്കുന്നു. അവൻ്റെ കീഴിൽ 100 പട്ടാളക്കാരുണ്ട്. ആ ശതാധിപൻ അന്ന് പട്ടാളക്കാരോട് പറഞ്ഞാൽ മതി, യേശുവിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ ദാസനെ സൗഖ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ അത്രയും ചിന്തിച്ച് കാണത്തില്ല. അത്രയ്ക്ക് പവർഫുൾ മാനായിരുന്നു. പക്ഷേ അവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദ ക്രൗഡ്. റോമറുടെ ഇടയിൽ കാണപ്പെട്ട ശതാധിപന്മാരോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ കാണപ്പെട്ട ജനത്തിൻ്റെ ആ സൊസൈറ്റിക്ക് ഒത്തവണ്ണം പോയവനല്ല. ഈ ശതാധിപനെ സംബന്ധിച്ച് അവൻ ഹീസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദ ക്രൗഡ്. അവൻ ഒഴുക്കിൽ അല്ലെങ്കിൽ അവൻ്റെ പാരമ്പര്യത്തിന് ഒത്തവണ്ണം, അവൻ്റെ സമുദായത്തിന് ഒത്തവണ്ണം, അവൻ്റെ ആചാരങ്ങൾക്ക് ഒത്തവണ്ണം ഒഴുകി നടന്നവനല്ല ഈ ശതാധിപൻ. അവൻ താഴ്മയുള്ളവനായിരുന്നു. അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. യേശു ക്രിസ്തു ആ ദേശത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ കാണാനോ യേശുവിൻ്റെ വചനപ്രബോധനങ്ങളെ കേൾക്കാനോ അവൻ പോയില്ലെങ്കിലും അവൻ മറ്റ് പട്ടാളക്കാരെ ദൂതനായിട്ട് വിട്ടു. ചെന്ന് യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? കാരണം ഇവൻ ആ ദേശത്തെ ശതാധിപനാണ്. ആ ദേശത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞ് ആ ദേശത്തെ സമാധാനത്തോടെ വാഴാൻ നിയമിക്കപ്പെട്ട ഒരു ശതാധിപനാണ്. ഇവനാളെ വിട്ട് യേശു കർത്താവ് എന്താണ് ചെയ്യുന്നു? ഓരോ ദിവസവും സന്ധ്യയാകുമ്പോൾ ഇവൻ്റെ മെസ്സേജ് കിട്ടും. മെസ്സഞ്ചർ ഒന്ന് പറയും, യേശു കർത്താവ് ഇന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു, സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു, സ്വർഗത്തിൽ ഇരിക്കുന്ന പിതാവിനെക്കുറിച്ച് പറഞ്ഞു, സർവശക്തനായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു, ഇനി വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു, പാപത്തെക്കുറിച്ച് പറഞ്ഞു. കൂടാതെ കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? അവൻ്റെ മുൻപിൽ വന്ന രോഗികൾക്ക് എല്ലാം എന്തു കൊടുത്തു? സൗഖ്യം കൊടുത്തു. ഈ ശതാധിപൻ തൻ്റെ അധികാരത്തെ എല്ലാം മറന്നിട്ട് ഇവനോട് പറയുന്ന ദൂതനെല്ലാം വായും പൊളിച്ച് ഇങ്ങനെ ഓരോ ദിവസവും കേൾക്കുമായിരുന്നു. ആണോ ഇവൻ യേശുവിനോട് വല്ലാത്ത വിശ്വാസം ഉണ്ടാകാൻ തുടങ്ങി. കാരണം ഓരോ ദിവസവും അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇവൻ അറിയാനിടയായി. അത്രയ്ക്ക് പവർഫുള്ളായിട്ടൊരു നിൽക്കുന്ന ഒരു ലീഡറായിരുന്നു ശതാധിപൻ. പക്ഷേ അവൻ്റെ ലീഡർഷിപ്പിനെ അവൻ അഹങ്കാരത്തോട് കണ്ടില്ല. അവൻ നെഗളഭാവം ഒന്നും ജനങ്ങളോട് കാണിച്ചില്ല. അവൻ വളരെ താഴ്മയോട് അവൻ തന്നെത്താൻ താഴ്ത്തി ഒരു മനുഷ്യത്വമുള്ള അവൻ്റെ പാരമ്പര്യത്തെ ഒന്നും അവൻ മഹത്വത്തോടെ കണ്ടില്ല. അവൻ്റെ മുൻപിൽ കടന്നു വരുന്ന എല്ലാവരെയും അവൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട വിലയേറപ്പെട്ട മനുഷ്യൻ, അവർക്ക് വേണ്ടി ജീവിക്കണം, അവരുടെ രക്ഷയ്ക്കായി ജീവിക്കണമെന്ന് ആഗ്രഹത്തോടെ ജീവിച്ച ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ് ശതാധിപൻ. ഈ നടന്ന സംഭവം കഫർനഹൂമിൽ വെച്ചാണ് നടന്നത്. നമുക്കറിയാം, പത്രോസിൻ്റെ അമ്മായിയമ്മ സൗഖ്യപ്പെടുത്തിയത് കഫർനഹൂമിൽ വെച്ച്. ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ഒരിക്കൽ നമ്മളെല്ലാം യേശു ക്രിസ്തുവോട് കൂടെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പം കൂര പൊളിച്ചിറക്കിയില്ലേ ഒരു തളർവാദ രോഗിയെ? അത് കഫർനഹൂമിൽ വെച്ചായിരുന്നു. നിങ്ങൾ മറന്നുപോയി. അവിടെ വെച്ച് നടന്ന സംഭവം, ആ ദേശത്ത് നടന്ന സംഭവമാണ് നാം ഇന്ന് ദൈവസന്നിധിയിൽ ധ്യാനിക്കാൻ പോകുന്നത്. ഈ അധ്യായത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കർത്താവ് യേശു ക്രിസ്തു ആ ദിവസം വരെ യേശു ക്രിസ്തുവിൻ്റെ മുഴുവൻ ശുശ്രൂഷകളും യഹൂദന്മാരുടെ ഇടയിലായിരുന്നു യേശു ക്രിസ്തു ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ സ്വർഗത്തിലെ പിതാവ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾക്കൊരു ടേണിംഗ് പോയിന്റ് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. കാരണം ശതാധിപൻ ഒരിക്കലും യഹൂദനല്ല, അവൻ റോമൻ. അതുകൊണ്ട് യേശു കർത്താവ് അതുവരെ ശുശ്രൂഷിച്ചപ്പോൾ അവൻ യഹൂദന്മാരുടെ ഇടയിൽ പോയി നിന്ന് ദൈവവചനം കേൾക്കാൻ അവന് ചിലപ്പോൾ മടിയുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു തോന്നിയിരിക്കാം, അയ്യോ എങ്ങനെ യഹൂദന്മാരുടെ ഇടയിൽ പോയി നിന്ന് അന്യജാതിക്കാരനായ ഞാൻ അവരുടെ ഇടയിൽ പോയി നിന്ന് എങ്ങനെ ദൈവവചനം കേൾക്കുന്നത്? പക്ഷേ ഇവനെല്ലാം മനസ്സിലാക്കിയവനാണ് ദൈവം ആര്, യേശു ക്രിസ്തു ആരെന്നും, അവൻ ദൈവപുത്രനെന്നും, അവൻ പിതാവിൽ നിന്ന് വന്നവനെന്നും, അവൻ മനുകുലത്തിൻ്റെ രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ വന്നെന്ന് അവന് പൂർണ്ണ ബോധ്യമായവന്. അവന് മനസ്സിലായി ഈ യേശു ക്രിസ്തുവാൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കി വന്ന ആ സാഹചര്യത്തിലാണ് അവൻ്റെ ഭവനത്തിൽ ഒരു സംഭവം നടക്കുന്നത്. ഒരു ദാസൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ വീട്ടിൽ കിടക്കുന്ന ഒരു അടിമ
രോഗിയായി കിടക്കുന്നു. നമ്മൾ ആദ്യം ചിന്തിച്ചത് ശതാധിപനെ കുറിച്ചാണ്. ശതാധിപൻ അധികാരമുള്ളവനാണ്, റോമനാണ്. ആ കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും പവർഫുൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് റോമനാണ്. ഇന്ന് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുത്തവർക്ക് എത്ര പവറുണ്ടോ അതിനേക്കാളും പവറുണ്ടായിരുന്നു അന്ന് റോമൻ സിറ്റിസൺഷിപ്പ് ഉള്ളവർ. അപ്പം അവിടുത്തെ ശതാധിപന് എത്രമാത്രം പവറുണ്ടായിരുന്നിരിക്കും. അത്ര മഹത്വമുള്ളവൻ തൻ്റെ മഹത്വത്തെ എല്ലാം മാറ്റിവെച്ചിട്ട് നിഹളഭാവമില്ലാതെ വളരെ താഴ്മയോട് വളരെ സമർപ്പണമോട് യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ മനസ്സിലാക്കുകയും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ വീട്ടിൽ ഒരു സംഭവം നടക്കുന്നത്. അവൻ്റെ വീട്ടിലുള്ള അടിമ എന്തായൊന്നു മരണക്കിടക്കയിൽ കിടക്കുന്നു. ഒരു റോമനെ സംബന്ധിച്ച് ഒരു അടിമ രോഗമാകണമെന്നല്ല, അവൻ എന്നും പണിയെടുക്കുന്ന പണിയിൽ എന്തെങ്കിലും ക്ഷീണം വന്നാൽ ഒന്നി അവനെ ശിക്ഷിക്കും, അല്ലെങ്കിൽ ജയിലിലിടും, അല്ലെങ്കിൽ ലീഗലായിട്ട് അവനെ കൊല്ലാൻ പോലും അവൻ എന്തുണ്ട്, അധികാരമുണ്ട്. അത്രയ്ക്ക് പവർഫുള്ളാണ് റോമർക്ക് അത്രയ്ക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. പൊതുവേ ആ ദേശത്ത് നടക്കുന്ന സംഭവം ഇതാണ്. എങ്ങനെയാണ് ഒരു റോമറുടെ ഭവനത്തിൽ ഒരു അടിമ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തുള്ള രാജ്യങ്ങളിൽ യുദ്ധത്തിന് പോകുമ്പോൾ ഏതെങ്കിലും വീടുകളിലിരുന്ന് പട്ടാളക്കാർ പിടിച്ചു കൊണ്ടിരുന്നവരെ ഇവരെ വീട്ടിൽ അടിമകളാക്കും. ഇനി ചിലർക്ക് വലിയ കടം വന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പണം കൊടുക്കാൻ കഴിയാതെ വന്നാൽ ആ വ്യക്തി ഈ കടക്കാരനെ എന്ത് ചെയ്യും, മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ വയ്ക്കും. അപ്പം ഏതെങ്കിലും ഒരു റോമൻ അവിടെ ചെന്ന് അവൻ്റെ വീട്ടിൽ പണിക്ക് വേണ്ടിയിട്ട് പണം കൊടുത്ത് വാങ്ങിച്ചിട്ടു. ഒരു റോമനെ സംബന്ധിച്ച് അവൻ്റെ വീട്ടിൽ കിടക്കുന്ന അടിമകൾ, അവൻ്റെ വീട്ടിൽ പണിയെടുക്കുന്ന അടിമകളെ കുറിച്ച് പറയുന്നത് അവൻ ജീവിക്കുന്ന ഒരു ഉപകരണമായി. ഹീ ഈസ് ലൈക്ക് എ ലിവിങ് ടൂൾ. ഒരു കാളയെ പോലെയാണ്. ഒരു കാളയ്ക്ക് നിങ്ങൾ എന്ത് ജോലി കൊടുക്കുന്നോ ആ ജോലിയെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കണം. യജമാനൻ റെസ്റ്റ് കൊടുത്താലേ ആ കാളയ്ക്ക് റെസ്റ്റ് കിട്ടത്തുള്ളൂ. യജമാനൻ ഭക്ഷണം കൊടുത്താലേ ഇതിന് ഭക്ഷണം കിട്ടത്തുള്ളൂ. കുടിക്കാൻ വെള്ളം കൊടുത്താലേ കിട്ടത്തുള്ളൂ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ അങ്ങനെ അടിമകൾ മരിച്ചു കിടന്ന് പണിയും. ഭയങ്കര ക്രൂരമായി ആണ് അവരെ കണ്ടത്. ക്രൂരമായിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു അനുഗമമോ ഒരു മനസ്സലിവോ ഒന്നും റോമൻ കാണിക്കത്തില്ല. കാരണം അവൻ്റെ ഉള്ളിൽ, അവൻ്റെ പാരമ്പര്യമായിട്ട്, അവൻ്റെ ബ്ലഡിൽ അവൻ അധികാരത്തോടെ ജീവിക്കുന്നവനാണ്. ഞാൻ എല്ലാവരും എൻ്റെ കീഴിലായിരിക്കണം. അപ്പം അടിമയ്ക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. ചില അടിമകളെ ഹയർ ചെയ്യുന്നത് ജയിലിൽ പോയാൽ കൊണ്ടുവരുന്നത്. ചില അടിമകളെ മോഷ്ടിച്ച് കൊണ്ടുവരും. ഈ അടിമകളെ ഈ റോമർക്ക് വിൽക്കാനോ വാങ്ങിക്കാനോ എല്ലാം അധികാരമുണ്ട്. കൂടാതെ ഇവരെ കൊല്ലാൻ പോലും ലീഗലായിട്ട് പൂർണ്ണമായിട്ട് അവകാശമുണ്ട്. നിങ്ങൾ റോമരുടെ ചരിത്രം വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദാസൻ നേരെ ചൊവ്വേ പണിയെടുത്തില്ലെങ്കിൽ അവനെ കൊന്നുകളയും. ഇവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ചില പണിക്കാർ വേണമെന്നേ പണിയെല്ലാം പതിയെ പതിയെ ചെയ്യത്തുള്ളൂ. റിബലാവും, പ്രതികാരം വീട്ടും. നിങ്ങൾ ചിലപ്പോൾ ഹിസ്റ്ററിയൊക്കെ വായിച്ചിരിക്കാം, ചില പടങ്ങളൊക്കെ കണ്ടിരിക്കാം, ഗ്ലാഡിയേറ്ററിനൊക്കെ. അപ്പം നമുക്കറിയാം റോമർക്ക് അത്രയ്ക്ക് അധികാരമുണ്ട്. അവർ അടിമകൾ അതേപോലെ അവർ വളരെ ക്രൂരമായിട്ടാണ് വെച്ചിരുന്നത് തൻ്റെ ഭവനങ്ങളിൽ, തൻ്റെ ജോലി സ്ഥലത്ത്. അവർക്ക് യാതൊരു തന്നിഷ്ടപ്രകാരം തനിക്കായിട്ട് യാതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അവർക്ക് കിടക്കാൻ നല്ല സ്ഥലമില്ല, ഉടുക്കാൻ നല്ല വസ്ത്രമില്ല. ഏൽപ്പിക്കുന്ന എല്ലാ പണികളും അതാത് സമയത്ത് കൃത്യമായിട്ട് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ആ നിമിഷം തന്നെ കൊന്നാൽ ഒരു മനുഷ്യൻ പോലും ആ വ്യക്തിയോടൊന്ന് ചോദിക്കത്തില്ല, എന്തുകൊണ്ടാണ് ഈ അടിമയെ നിങ്ങൾ കൊന്നത്. ആ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്ന സാഹചര്യം നമുക്കെല്ലാം ഉള്ളത് കൊണ്ടാണ് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നത്. അന്ന് ഇതെല്ലാം വളരെ പ്രതിസന്ധികളുടെ നടുവിലാണ് ജീവിച്ചത്. ആ പ്രതിസന്ധികൾ, ആ ശതാധിപനെ സംബന്ധിച്ച് അവൻ്റെ ആചാരപ്രകാരം, അവരുടെ കൾച്ചർ പ്രകാരം അവൻ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ എങ്ങനെ ജീവിക്കേണ്ടവനാന്നു. അവൻ ധൈര്യമുള്ളവനായിരുന്നു. പക്ഷെ അതേ സമയത്ത് അവൻ താഴ്മയുള്ളവനായിരുന്നു. വളരെ താഴ്മയുള്ള ഒരു വ്യക്തിയായിരുന്നു. അവൻ്റെ ഭവനത്തിൽ രോഗിയായി കിടന്ന ആ അടിമയെ അവൻ എക്സിക്യൂട്ട് ചെയ്യാമായിരുന്നു, കൊന്നുകളയാമായിരുന്നു, പുറത്താക്കാമായിരുന്നു. രാജ്യത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് മരുഭൂമിയിൽ വലിച്ചെറിഞ്ഞിട്ട് അവന് വേറൊരു വ്യക്തിയെ അവൻ ചെയ്യാമായിരുന്നു. ബട്ട് ഹി നെവർ ഡിഡ് ദാറ്റ്.
ശ്രദ്ധിക്കുക, ഹി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ക്രൗഡ്. നമ്മുടെ സ്വഭാവം നമ്മുടെ പാരമ്പര്യം അനുസരിച്ചാണ്. നമ്മുടെ പ്രവൃത്തികളെല്ലാം നമ്മുടെ ആചാരപ്രകാരമാണോ, അതോ നമ്മുടെ മതപ്രകാരമാണോ? നമ്മുടെ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ അതോടുകൂടി ഇഴുകിച്ചേർന്നാണോ നമ്മൾ ജീവിക്കുന്നത്? അതോ സദാദിബിനെ പോലെ നോ, ഐ ഷുഡ് ബി എ ഡിഫറെൻറ്റ് ഫ്രം ദ ക്രൗഡ്. ഞാനൊരു വ്യത്യസ്തനായിരിക്കണം, ഞാനൊരു ഡിസിപ്ലിൻഡ് മനുഷ്യനായിരിക്കണം. എനിക്ക് ജാതിയില്ല, എനിക്ക് മതമില്ല, എല്ലാ മനുഷ്യരെയും ഞാൻ ഒന്നുപോലെ കാണും. എൻ്റെ വീട്ടിലൊരു അടിമ ഉണ്ടെങ്കിലും അവൻ എന്നിൽ ഒരുവനെ പോലെ ഞാൻ കാണത്തുള്ളൂ. ആ ദാസനും അങ്ങനെയായിരുന്നു, അടിമയും അങ്ങനെയായിരുന്നു. അവൻ തൻ്റെ ജോലിയിലെല്ലാം വിശ്വസ്തനായിരുന്നു, തൻ്റെ യജമാനൻ അവൻ പ്രിയനായിരുന്നു. ഹി നെവർ റിബൽഡ് എഗൻസ്റ്റ് ഹിസ് മാസ്റ്റർ. ഒരിക്കലും അവൻ തൻ്റെ യജമാനെ എതിരെ സംസാരിച്ചിട്ടില്ല, അവൻ കീഴ്പ്പെട്ടിരുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമുക്കും ജോലി ഉണ്ടല്ലേ? നമ്മൾ നമ്മുടെ യജമാനന് പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ടിരിക്കാൻ കഴിയുന്നുണ്ടോ? അതോ കാണുമ്പോൾ മാത്രം സോപ്പിട്ടിട്ട് മറവിൽ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവരാണോ? ആർ വി ഫെയ്ത്ത്ഫുൾ ടു അവർ മാസ്റ്റേഴ്സ്? കുഞ്ഞുങ്ങളെ കോളേജിൽ സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്. ആർ വി ഫെയ്ത്ത്ഫുൾ ടു അവർ ടീച്ചേഴ്സ്? സാറിൻ്റെ മുൻപിൽ നിന്നിട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇരട്ടപ്പേരിട്ട് വിളിക്കാം, കുറ്റം പറയാം, പഠിപ്പിക്കാൻ അറിയത്തില്ല എന്ന് പറയാം. മേ ബി യു ആർ സ്മാർട്ട് ദാൻ യുവർ ടീച്ചർ, ബട്ട് നെവർ റിബൽ. യു ഷുഡ് ബി ഡിഫറെൻറ്റ് ഫ്രം ദ ക്രൗഡ് ലൈക്ക് ദിസ് സ്ലേവ്. ഈ അടിമ മറ്റടിമകളെ പോലെയല്ല. അവർ സമർപ്പണമുള്ള, അനുസരണമുള്ള, കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു പൈതലായിരുന്നു. എപ്പോഴാണ് ജീവിച്ചെന്നറിയാമോ? നമ്മൾ ജീവിച്ച കാലഘട്ടത്തിലല്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അന്നത്തെ സിറ്റുവേഷൻ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. വേർതിരിക്കപ്പെട്ട ഒരു ജീവിതമാണ് ശതാധിപനും നയിച്ചത്, ആ അടിമയും നയിച്ചത്. പ്രത്യേകിച്ച് റോമർക്ക് യഹൂദന്മാരെ കണ്ട പുച്ഛമാണ്. ഇടയ്ക്കിടയ്ക്ക് റോമർ യഹൂദന്മാരെ ഞെരുക്കും. യഹൂദന്മാർ പറയും, യഹൂദന്മാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും പഴയ നിയമത്തെ എടുത്തിടും. ഞങ്ങൾ ആബ്രഹാമിൻ്റെ വംശമാണ്, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ഞങ്ങൾ വേർതിരിക്കപ്പെട്ട ജനമാണ്. ഇത് റോമർ കേൾക്ക തന്നെ പറയും. റോമർ കാണാൻ പാകത്തിന് തന്നെ അവരെ ഞെരുക്കും. ഇടയ്ക്കിടയ്ക്ക് അവർ തമ്മിൽ വഴക്കും യുദ്ധങ്ങളും ഉണ്ടാക്കുന്നത് ഈ ഒറ്റ പേരും പറഞ്ഞ മതപരമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാകുന്നു. അപ്പോൾ റോമർക്ക് അധികാരമുള്ളതുകൊണ്ട് ഇവരെ എപ്പോഴും അപ്രസ് ചെയ്യും, ഞെരുക്കും, വളരെ വിഷമത്തിലാക്കും. ബാബേലിൽ ഇവർ ഞെരുക്കപ്പെട്ടു. ഇസ്രായേൽ ജനം പല പ്രാവശ്യം ഞെരുക്കപ്പെട്ട അവസ്ഥ നമുക്ക് കാണാം. അതേപോലെ യേശുക്രിസ്തുവിൻ്റെ കാലത്തിൽ റോമർ ഇവരെ പല പ്രാവശ്യം ഞെരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് യഹൂദന്മാർക്ക് ഒരിക്കലും റോമറോട് യാതൊരു ഇഷ്ടവുമില്ല, അവരെ സ്നേഹിക്കത്തുമില്ല, അവരെ സഹായിക്കത്തുമില്ല. പക്ഷേ ഇവിടെ കുറച്ച് മൂപ്പന്മാരുണ്ടായിരുന്നു. യഹൂദ മൂപ്പന്മാർ, റോമറെ സ്നേഹിച്ച കുറച്ച് മൂപ്പന്മാരുണ്ടായിരുന്നു. മറ്റ് യഹൂദന്മാരെക്കാളും വ്യത്യസ്തരായിരുന്നു. ഞങ്ങൾ ആബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൽ ഉള്ളവർ, ഞങ്ങൾ വേർതിരിക്കപ്പെട്ടവർ, നികളഭാവം ഇവർക്കില്ലായിരുന്നു. ഇല്ല, ഞങ്ങളെ ഞെരുക്കിയവരാണ്, ഞങ്ങൾ പ്രതികാരം വീട്ടും, നിങ്ങളെ ഞങ്ങളോട് ചേർക്കത്തിൽ അല്ല. സദാധിപനും ഈ മൂപ്പന്മാരും നല്ല ബന്ധമുണ്ട്. ദേ ഹാഡ് എ വെരി ഹെൽത്തി റിലേഷൻഷിപ്പ്. നല്ല ഒരു ആരോഗ്യമായ ബന്ധമുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നവരോട് നമുക്ക് നല്ല ബന്ധമുണ്ടോ? ചിലപ്പം അവർ അക്രൈസ്തവരായിരിക്കാം, രക്ഷിക്കപ്പെടാത്തവരായിരിക്കാം, കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മാതാപിതാക്കളോട് വഴക്കിട്ടവരായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ മക്കളെ നോക്കി തെറി പറഞ്ഞവരായിരിക്കാം.
നമുക്കൊരു ആരോഗ്യപരമായ ഒരു ബന്ധം മറ്റുള്ളവരോട് നിലനിർത്താൻ കഴിയുന്നോ? Do we have a healthy relationship with others? Think about it. നമ്മളെപ്പോഴും ശതാധിപൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവർക്ക് they had a very good background. നല്ല ഒരു ജീവിതമുണ്ടായിരുന്നു, മനോഹരമായ ജീവിതം. മറ്റുള്ള യഹൂദന്മാരെ പോലെ അല്ല ഈ യഹൂദ മൂപ്പന്മാർ ജീവിച്ചത്. ഇവർ ഈ യഹൂദ മൂപ്പന്മാർ വളരെ വ്യത്യസ്തന്മാരായിരുന്നു. ദേ ആർ ഡിഫറെൻറ്റ്. യഹൂദന്മാരുടെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ ആരെങ്കിലും ഞായറാഴ്ച കുഴിയിൽ വീണവനപ്പോൾ എന്ത് ചെയ്യത്തില്ല? രക്ഷിക്കത്തില്ല. അവൻ പറയും സബ്ബത്താണ്, ഞാൻ എന്തു ചെയ്യും? പോകത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞിട്ടോ, നിൻ്റെ തൊഴുത്തി കിടക്കുന്ന നിൻ്റെ പശുക്കിടാവ് കുഴി വീണ നീ നോക്കിയിരിക്കൂ. അത് ഞാൻ നോക്കിയിരിക്കത്തില്ല. അപ്പം യഹൂദന്മാരുടെ ഭൂരിപക്ഷ യഹൂദന്മാരും അവർ പരിഹസിക്കുന്നവരായിരുന്നു, സ്വയം നീതീകരിക്കുന്നവരായിരുന്നു. എനിക്കറിയാം, എനിക്ക് വചനം നന്നായിട്ടറിയാം, പാരമ്പര്യമായിട്ട് ദൈവം ഞങ്ങൾക്കാണ് കൽപ്പന തന്നിട്ടുള്ളത്. മോശയെ നിങ്ങൾക്കറിയത്തില്ലേ? നിങ്ങളോടൊന്നും ദൈവം സംസാരിച്ചിട്ടില്ല, ഞങ്ങളുടെ പിതാക്കന്മാരോടെയാണ് സംസാരിച്ചത്. ഈ 10 കൽപ്പന ഞങ്ങളുടെ അപ്പന്മാരുടെ കയ്യിലാണ് കൊടുത്തത്. ഞങ്ങൾ എന്നുള്ളൊരു ധാരണയേ ഉള്ളൂ. സ്വയം പ്രസംഗിച്ചും സ്വയം നീതീകരിച്ചും ഞാനല്ലോ എന്നുള്ള മനോഭാവത്തോടെ ജീവിച്ച് യഹൂദന്മാരുടെ ഇടയിലും ദൈവത്തെ ഭയപ്പെടുന്ന ചിലർ ഉണ്ടായിരുന്നു. നമ്മളും, ഞാൻ പറയാൻ വിഷമമുണ്ട്, പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് അവരുടെ കൂടെ പെട്ടുപോരുത് കേട്ടോ. നല്ലതാ, പെന്തക്കോസ്ത് വിശ്വാസം നല്ലതാ. പക്ഷെ ഇപ്പോൾ ഒഴുകുന്ന ഒഴുക്ക് നല്ലതല്ല, കലങ്ങിയ ഒഴുകുന്ന ആ ഒഴുക്കിൽ നിങ്ങളും ഞാനും ഒഴുകുമ്പോൾ ശതാധിപനെ പോലെ, ഈ അടിമയെ പോലെ, ഈ മൂപ്പന്മാർ പോലെ we should be different from the crowd. മനസ്സിലാക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. സ്തോത്രമൊക്കെ പോയി. ആമേൻ. നിങ്ങൾ ദൈവസന്നിധിയിൽ വളരെ ഭയഭക്തിയോടെ ഇരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എന്തായാലും ശതാധിപൻ അടിമയോട് കാണിച്ച സ്നേഹം ഒരു അസാധാരണമായ സ്നേഹമാണ്. ശതാധിപൻ യഹൂദന്മാരോട് കാണിച്ച ബന്ധം അസാധാരണ ബന്ധമായിരുന്നു. ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. നമ്മൾ അങ്ങനെയാണോ? ആർ വി ലൈക്ക് ദാറ്റ്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം എടുത്തപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കും, വിശ്വാസത്തെക്കുറിച്ചൊരു നല്ലൊരു ദൂതായിരിക്കുമെന്ന്. എന്നെ 2 ആഴ്ച മുമ്പ് ഞാൻ ഇതിനു വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ ജോസഫ് അവர்களോട് ശുശ്രൂഷിക്കാൻ പറഞ്ഞത്. കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിക്കേണ്ട വിഷയമായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് കർത്താവ് ഈ ഞായറാഴ്ച ഈ ദൂത് പറയാൻ പറഞ്ഞത്. പക്ഷേ എനിക്കറിയാം, നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് ഈ ഞായറാഴ്ച ആരോടെയോ സംസാരിക്കണം എന്ന് ഉള്ളതുകൊണ്ടാണ് ദൈവം എനിക്ക് ഈ ഞായറാഴ്ച നിങ്ങളുടെ മുൻപിൽ അരുളി ചെയ്യാൻ കാരണം. ഞാനും ചിന്തിച്ചു, വിശ്വാസത്തെക്കുറിച്ചായിരിക്കും ദൈവം എന്നോട് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ വിശ്വാസത്തെക്കുറിച്ചല്ല, അതിനെ അപ്പുറം ഒരു ജീവിതം നയിച്ച ഒരു 3 മഹാന്മാരുണ്ട്. ആ 3 മക്കളും 3 കൂട്ടരും ഒഴുക്കിൽ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അവരുടെ ആചാരപ്രകാരമോ അവരുടെ മതപരമായോ അവരുടെ മതപരമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലോ ഇല്ല കുടുംബ മഹത്വത്തിലോ ഇല്ല അവർ ലഭിച്ച അധികാരത്തിലോ അതിൽ നിഗളിച്ച് ജീവിച്ചവരല്ല. ദേ ആർ ടോട്ടലി ഡിഫറെൻറ്റ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഞാൻ പറയട്ടെ, നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ we should develop a divine personality in our life. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, we should develop a different personality in our life. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഈ ശതാധിപൻ പറഞ്ഞത്, കർത്താവേ, ശതാധിപൻ കുഞ്ഞുങ്ങളോടെ പറഞ്ഞു വിട്ടു, മൂപ്പന്മാരോടെ പറഞ്ഞു വിട്ടു. മൂപ്പന്മാർ യേശു ക്രിസ്തുവോടെ പറഞ്ഞത് എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവോടെ വന്ന് പറഞ്ഞു, കർത്താവേ,
ഇങ്ങനെ ഒരു ശതാധിപൻ ഞങ്ങൾക്കുണ്ട്, അവൻ്റെ വീട്ടിൽ ഒരു അടിമ മരിക്കാൻ കിടക്കുന്നുണ്ട്, അവിടെ വന്ന് അവനെ സൗഖ്യപ്പെടുത്തണം. അപ്പോൾ ജനങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് യേശു കർത്താവ് അവിടെ പോകണം, ആ രോഗിയെ തൊടണം, എഴുന്നേൽക്ക എന്ന് കൽപ്പിക്കണം, ആ സമയത്ത് അവൻ സൗഖ്യത്തോടെ എഴുന്നേൽക്കണം. അതാണ് ഡെയിലി റൊട്ടീൻ അവിടെ നടക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ വരും, യേശു തൊടും, കൽപ്പിക്കും, അവൻ സൗഖ്യത്തോടെ മടങ്ങിപ്പോകും. അപ്പം ജനങ്ങളുടെ മുൻപിൽ ശതാധിപൻ യോഗ്യനാണ്. എല്ലാവരും പറഞ്ഞു, അവിടെ പോയി പറഞ്ഞവർ പറഞ്ഞു, അവൻ യോഗ്യനാണ്, അവൻ ഞങ്ങൾക്ക് പള്ളി പണിത് തന്നവനാണ്, ഹീസ് ഡിഫറെൻറ്റ്, അവൻ നമ്മളെ, കർത്താവോട് പറയുന്നു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നവനാണ്. കർത്താവ് യേശു ക്രിസ്തു യഹൂദനാണല്ലോ, ജനിച്ചത് യഹൂദ കുടുംബത്തിലാണല്ലോ. അപ്പോൾ മൂപ്പന്മാർ പറഞ്ഞു, കർത്താവേ, അവൻ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ദൈവത്തെ യഹോവയെ ആരാധിക്കാൻ ആലയം പണിത് തന്നവനാണ്, അവൻ നമ്മുടെ ആളാ, റിക്വസ്റ്റ് ചെയ്യുക, അവൻ നമുക്ക് പ്രിയമുള്ളവനാ, അവനെ ചെന്ന് എന്ത് ചെയ്യണം. പക്ഷെ വീട്ടിലിരുന്നിട്ട് മെസ്സഞ്ചർ വന്നു, യേശു ക്രിസ്തു നിൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുക, ഉടനെ മെസ്സേജ് കിട്ടി. കാരണം അത്രയ്ക്ക് അധികാരമുള്ളവനാണ്. നടക്കുന്ന സംഭവങ്ങൾ അതാ സമയത്ത് അവന് മെസ്സേജ് കിട്ടിയിരിക്കണം. കാരണം അത്രയ്ക്ക് അധികാരമുള്ളവനാണ്, ഹീസ് ഇൻ ദ ടോപ്പ്. യേശു ക്രിസ്തു അവൻ്റെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ കൈയും കാലും കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. ലോകം മുഴുവനും അവൻ യോഗ്യത ഉള്ളവനെന്ന് ചിത്രീകരിച്ചപ്പോൾ അവൻ തന്നെത്താൻ ചിത്രീകരിക്കുക, കർത്താവ് എൻ്റെ ഭവനത്തിൽ വരാൻ എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം, അവകാശികൾ എന്ന് പറഞ്ഞിട്ട് കർത്താവിനെ കശത്ത് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇങ്ങനെ കർത്താവിൻ്റെ ദൈവഭയമില്ലാത്ത കൂട്ടരോട് നടക്കരുത്. വെളിപ്പാട് പുസ്തകം വായിച്ചോ, അല്ലെങ്കിൽ യേശയ്യാ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായം വായിച്ചോ, നീ ഡാൻസ് കളിക്കത്തില്ല അവൻ്റെ മുൻപിൽ, കർത്താവിൻ്റെ മുൻപിൽ. സോറി, അവനെന്ന് ഉപയോഗിച്ചതിന്. കർത്താവിനെ അവനെന്ന് ഉപയോഗിക്കാൻ പോലും എനിക്ക് യാതൊരു താല്പര്യമില്ലാത്ത മനുഷ്യനാണ്. അറിയാതെ കേരളത്തിൽ വന്ന് വിട്ടുപോയി, ഇവരുടെ ഭാഷ പഠിച്ചുപോയി, ഇടയ്ക്കിടയ്ക്ക് ഭാഷേൻ്റെ വായിൽ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കർത്താവിനെ ഒരിക്കലും അവനെന്ന് വിളിക്കാൻ യാതൊരു താല്പര്യമില്ല, നീ എന്ന് വിളിക്കാൻ പോലും താല്പര്യമില്ല. ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ ആർക്കും യോഗ്യതയില്ല. അത് സെറാഫുകൾ വെളിപ്പെടുത്തി, ഇവനെ കാണാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല, 2 ചിറകും കൊണ്ട് മുഖത്തെ മറച്ചു. ഇവൻ്റെ മുൻപിൽ നിൽക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല, 2 ചിറകും കൊണ്ട് അവരുടെ കാലുകളെ മറച്ചു. അതാണ് നമുക്കുള്ള യോഗ്യത. നമ്മളാരും കണ്ടിട്ടില്ല, പക്ഷെ കാണാത്തവൻ്റെ മുൻപിൽ ഡാൻസ് കളിക്കാനാണ് ശ്രമിക്കുന്നത്. We are not called to dance before him, we are called before him to സാഷ്ടാംഗം വീണ് നമസ്കരിക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. യോഗ്യതയില്ലാത്ത നിങ്ങൾക്കും എനിക്കും യോഗ്യത തന്നത് മിസ്യൂസ് ചെയ്യാനല്ല, മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാനല്ല. തിരശ്ശീല കീറിയത് മിസ്യൂസ് ചെയ്യാനല്ല, ഭയഭക്തിയോട് സാഷ്ടാംഗം വീണ് അങ്ങ് നമസ്കരിക്കാനാണ്. ആമേൻ. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. നിങ്ങൾക്ക് ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ പോയി ഡാൻസ് കളിക്കല്ലേ, നിങ്ങളുടെ ഭാര്യമാരുടെ മുമ്പിൽ ഡാൻസ് കളിക്കുക. ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നിങ്ങളൊരു കഥ കേട്ടിരിക്കാം. ഒരുത്തൻ മരിച്ച് സ്വർഗത്തിൽ പോകുന്ന വഴിക്ക് വഴിയിലൊരു വലിയൊരു പോസ്റ്റർ കണ്ടു. ഡിജിറ്റൽ പോസ്റ്ററായിരുന്നു, ഭയങ്കര ഡാൻസും ഒക്കെ. പോകുന്ന വഴിക്ക് എന്തിനാ അങ്ങോട്ട് പോകുന്നത്, ഇവിടെ നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് പോയേക്കാം. അങ്ങോട്ട് പോയി അകത്ത് പ്രവേശിച്ചപ്പോഴാണ് മനസ്സിലായത് നരകത്തിലേക്കാണ് പ്രവേശിച്ചത്. അതിൻ്റെ റീല് ഇവനെ ആകർഷിച്ചു. പക്ഷെ അകത്തേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് കുടുങ്ങിപ്പോയെന്ന്. പല റീലുകളും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, വശീകരിക്കും. തെറ്റിപ്പോകരുത്. എനിക്കും ദൈവം നല്ലൊരു വചനം തന്നിട്ടുണ്ട്, തുറന്ന് പഠിച്ചോ. അതിൽ ജീവനുണ്ട്, അതിൽ ജീവിതമുണ്ട്, അതിൽ സത്യമുണ്ട്. ഈ അന്ത്യകാലത്ത് അനേകർ നമ്മളെ വശീകരിക്കുമെന്നറിയാം. അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് ഓരോ വ്യക്തികൾക്കും ബൈബിൾ തന്നിരിക്കുന്നത്. ഇന്ന് നോക്കിയാൽ നമ്മൾ രാവിലെ എണ്ണിച്ച 5 മിനിറ്റ് ബൈബിൾ വായിക്കും. പക്ഷെ 1 മണിക്കൂറെങ്കിലും യൂട്യൂബിലിരുന്ന് നമുക്ക് ഇഷ്ടമുള്ള പാസ്റ്ററിൻ്റെ
പ്രസംഗം കേട്ടിരിക്കും. കാരണം എന്താണെന്നറിയാമോ? അവർ നമ്മളെ പ്രചോദിപ്പിക്കും. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ ശുദ്ധീകരിക്കും. നമുക്ക് ശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മളെപ്പോഴും പ്രചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ഇന്ന് സമുദായത്തിൽ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. സുവിശേഷകം പറയാൻ തുടങ്ങുമ്പോൾ ആദ്യം കുറേ നേരം ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ചും പറഞ്ഞ് ദൈവത്തെ വലുതാക്കിയിട്ട് കുറച്ച് കഴിയുമ്പം ആ ശുശ്രൂഷകൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ചില ശുശ്രൂഷകളെക്കുറിച്ച് പറയുമ്പം ആദ്യം കേട്ടതെല്ലാം ചെറുതായിട്ട് പുള്ളി നമ്മുടെ ജീവിതത്തിൽ എന്താവും? വലുതാവും. പുള്ളി പറയും, ഞാൻ അവിടെ പോയപ്പം ഇന്ന രോഗിനെ സൗഖ്യപ്പെടുത്തി, ഞാൻ ഇന്ന സ്ഥലത്ത് പോയപ്പം ഒരുത്തൻ ചാടി എണ്ണയിച്ചു. പിന്നെ ആദ്യം പറഞ്ഞ കർത്താവ് പതുക്കെ എന്തു ചെയ്യും? ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നെ അവിടെ ആ യോഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ശുശ്രൂഷകനായിരിക്കും. കാരണം ഞാൻ അത് ചെയ്തു അത് ചെയ്തെന്ന് പറയുമ്പം കേൾക്കുന്ന വിശ്വാസികളെല്ലാം എനിക്കത് ചെയ്യണമല്ലോ. ഈ യോഗം കഴിയുമ്പം ആ പാസ്റ്ററിൻ്റെ കൊണ്ട് തല ഒന്ന് കൊടുക്കാം. തലയെ കൈവച്ച് പറയും, നിനക്ക് ദൈവം വലിയൊരു വിടുതല കണ്ടിട്ടുണ്ട്. ഇതാ നിന്നെ ദൈവം തലയാക്കാൻ പോകുകയാ, നിന്നെ ദൈവം വിദേശത്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. ഓ, നീ ഇത്രയും കാലം അനുഭവിച്ചത് നന്മയ്ക്കാ, ശത്രു തിന്മയ്ക്ക് ചെയ്തതല്ലെന്ന്. ഇവനെ ഒരിക്കലും ശുദ്ധീകരിക്കാനോ മാനസാന്തരപ്പെടാനോ ഉള്ള സന്ദേശമൊന്നും കൊടുക്കത്തില്ല. മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. ഇങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതം വശീകരിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹം വിട്ട് ശുശ്രൂഷകന്മാരുടെ 5 മിനിറ്റ് ബൈബിൾ വായിക്കുന്നത് മാറ്റിയിട്ട് 50 മിനിറ്റാക്കി മാറ്റിക്കോ. എത്ര ബൈബിൾ വായിക്കാൻ പറ്റുമോ വായിച്ചോ. ദൈവം നിന്നോട് സംസാരിക്കുമ്പം ആ സംസാരം ദൈവം ഒരിക്കലും പിൻവലിക്കത്തില്ല, വാക്ക് മാറ്റത്തില്ല. മനസ്സിലായോ? മനസ്സിലായില്ല? പ്രവാചകൻ പറയുന്നത് ഒന്നും നിൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്നില്ല. അവൻ കൈനോട്ടക്കാരന് തുല്യോ. അവൻ പറയുന്നത് ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നിന്നെ സ്റ്റേജിൽ കൊണ്ടിട്ട് അതിനെ സാക്ഷി പറയിപ്പിക്കും. പിന്നെ അത് വെച്ച് അവൻ കച്ചവടം ചെയ്യും, മൊത്ത കച്ചവടം ചെയ്യും. ശ്രദ്ധിക്കുക, വശീകരിക്കപ്പെടേണ്ട. നിനക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ലാസറുവിനെ പോലെ പിശക്കാരനായിട്ട് കിടന്നാലും നീ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകണോ? ഞാൻ വീണ്ടും പറയാം, കർത്താവിൻ്റെ നാമത്തിൽ ജീവിച്ച് നീ മുഴുവൻ ലോകത്തെ നേടിയിട്ട് അവസാനം ധനവാൻ എവിടെ പോയി? നരകത്തിൽ പോയി. ഒന്നും നേടാൻ പറ്റിയില്ല. ലാസറു പിശക്കാരനാ. മേശയിൽ നിന്ന് വീഴുന്നതെടുത്ത് പിറക്കി തിന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് നന്ദി പറയും. കർത്താവേ, എനിക്ക് തന്ന ആഹാരത്തിനായി സ്തോത്രം. എനിക്ക് തോന്നുന്നില്ല ലാസറു പറഞ്ഞു കാണും എനിക്കൊരു ചായ വിത്തൗട്ട് എടുക്കണമെന്ന്. ഇന്ന് പലപ്പോഴും നമ്മുടെ വിത്തൗട്ടാവാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മളും വിത്തൗട്ടായിപ്പോയി. ബിക്കോസ് വി ആർ വിത്തൗട്ട് ജീസസ് വി കുഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ റൈറ്റ് ഗോസ്പൽ. ഹലോ, മനസ്സിലാക്കുന്നുണ്ടോ? ശതാധിപൻ്റെ ജീവചരിത്രം വായിക്കണം. ഹീസ് നോട്ട് വിത്ത് എ ക്രൗഡ്. അടിമയുടെ ജീവചരിത്രം ധ്യാനിക്കണം. ഹീസ് നോട്ട് വിത്ത് എ ക്രൗഡ്. യഹൂദൻ ഹീസ് നോട്ട് വിത്ത് എ ക്രൗഡ്. വീട്ടിൽ കർത്താവ് വരുന്ന വഴി തന്നെ അവൻ പറഞ്ഞു, അടുത്ത കൂട്ടുകാരെ വിളിച്ചു. കൂട്ടുകാരോട് പറഞ്ഞു, എൻ്റെ വീട്ടിൻ്റെ അകത്ത് വരാൻ എനിക്ക് യോഗ്യതയില്ല, എൻ്റെ പുരയ്ക്കകത്ത് അങ്ങേ കയറ്റാൻ. എന്ത് ചെയ്താൽ മതി? ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ. നെട്ടിയതാരാന്നറിയാമോ? യേശു കർത്താവ് ഒറ്റ നെട്ടി. കാരണം അതുവരെ ജനങ്ങളെല്ലാം യേശുവിനെ കാണണം, എങ്ങനെയെങ്കിലും യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം, യേശുവിനെ തൊടും, യേശുവിനെ സൗഖ്യപ്പെടുത്തും. എരിഹോ പട്ടണത്തിൻ്റെ വാതിൽ ഒരുത്തൻ കാത്തിരുന്നു. യേശു അതുവഴി പോയെന്ന് പറഞ്ഞപ്പം, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അവൻ്റെ നിലവിളി കേട്ട് യേശു അവൻ്റെ അടുക്ക് കടന്നു ചോദിച്ചു, നിനക്കെന്താ വേണ്ടത്? യേശു അവനെ സൗഖ്യപ്പെടുത്തി. പിന്നെ ഒരു രക്തസ്രവ സ്ത്രീ, അവൾ വളരെ ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊടണം. അവരുടെ എല്ലാ വിശ്വാസം എങ്ങനെയായിരുന്നു? ഒന്ന് യേശുവിനെ തൊടണം, അല്ലെങ്കിൽ യേശു
എന്നെ തൊടണം. പക്ഷെ ഇവൻ്റെ വിശ്വാസം എന്തായിരുന്നു? വരവും വേണ്ട, തൊടവും വേണ്ട, ഞാനും തൊടാൻ വരുന്നില്ല, അങ്ങ് ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി. കണ്ട, അവൻ്റെ വിശ്വാസം പോലും മറ്റുള്ള എല്ലാവരെക്കാളും ടോട്ടലി ഡിഫറൻ്റ്. മനസ്സിലാക്കുന്നുണ്ടോ? ഒരിക്കൽ കൂടെ പറയാം. മറ്റുള്ള എല്ലാവരും യേശുവിനെ തൊടാനും യേശു അവരെ തൊടാനും എങ്കിലേ സൗഖ്യം കിട്ടത്തുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്നപ്പോൾ ഒരുത്തൻ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് പറയുകയാണ്, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. വീട്ടിൽ തിരിച്ചു പോകുന്ന വഴി തന്നെ അടുത്ത മെസ്സഞ്ചർ വന്നു. വീട്ടിൽ കിടന്നവൻ എന്ത് ചെയ്തു? സൗഖ്യം പ്രാപിച്ചു. യേശുവിനെ അങ്ങനെ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നവൻ അവിടെ ഇരുന്ന് തന്നെ നിനക്ക് വേണ്ടി അനുകൂലമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് വിശ്വസിച്ചാൽ മതി. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. അതായിരിക്കണം വിശ്വാസം. അല്ലെങ്കിൽ പൊതുവെ വിശ്വാസികൾക്ക് വളരെ വിചാരങ്ങളാണ്, വളരെ വിഷമമാണ്, വളരെ നിരാശയാണ്. വിശ്വാസികൾ വിചാരപ്പെടാറുണ്ട്, വിഷാദപ്പെടാറുണ്ട്. കർത്താവ് എന്തുകൊണ്ടാണ് വരാത്തത്? കർത്താവ് എന്തുകൊണ്ടാണ് പരിഹാരം ഇല്ലാത്തത്? കർത്താവ് എന്തുകൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നത്? പല ചോദ്യങ്ങളാണ്, പല സംശയങ്ങളാണ്, ഇരുമനസ്സാണ്. കർത്താവെ, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇത്ര കാലമായി, ഞാൻ സ്നാനപ്പെട്ടിട്ട് ഇത്ര കാലമായി, കർത്താവ് എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രയാസം, എനിക്ക് ഈ ബുദ്ധിമുട്ട് വരാൻ കാരണം എന്താ? പല ചോദ്യങ്ങളാണ് നമുക്ക്, പല വിഷമങ്ങളാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? പലപ്പോഴും പല മതപരമായ വിശ്വാസങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പലരും തൻ്റെ ശുശ്രൂഷകളാൽ നമ്മളെ വശീകരിക്കുമ്പോൾ ഇവിടെ ഒരുത്തൻ പറയുകയാണ്, കർത്താവെ, അങ്ങ് നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. യേശുവിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു ശതാധിപനായിരുന്നു അവൻ. യഹൂദന്മാരെക്കാളും ഇസ്രായേൽ ജനത്തെക്കാളും അവിടെ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ വന്ന എല്ലാ വ്യക്തികളെക്കാളും വളരെ വ്യത്യസ്തമായി, വളരെ വ്യക്തമായി യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയ ഒരു മഹാനായിരുന്നു ശതാധിപൻ. പക്ഷെ ശതാധിപൻ്റെ സ്വഭാവം വളരെ നല്ല സ്വഭാവമായിരുന്നു. യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കാരണം എന്താണെന്നറിയാമോ? അവൻ യഹൂദന്മാരെയും മനസ്സിലാക്കി, അവൻ തൻ്റെ വീട്ടിൽ പണിയെടുത്ത അടിമയും മനസ്സിലാക്കി. അവൻ യഹൂദന്മാരോടും അനുകമ്പം കാണിച്ചു, തൻ്റെ ഭവനത്തിൽ ഇരുന്ന അടിമകളോടും അവൻ അനുകമ്പം കാണിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് റോമർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ, എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടപ്പെടും. അവനൊരു അഭക്തനായിരുന്നു. ഞാൻ അഭക്തനാണ്, ഒരു ശതാധിപനെ പോലെ. നമ്മളെല്ലാവരും പുറജാതിക്കാരനായിരുന്നു, അന്യനായി. നമ്മളാരും യഹൂദ കുലത്തിലോ യഹൂദ ഭവനത്തിലോ ജനിച്ചവരല്ല. നമ്മളെല്ലാവരും പുറജാതിക്കാരനായിരുന്നു, അന്യനായിരുന്നു, അഭക്തനായിരുന്നു. പക്ഷെ അഭക്തനായി ജനിച്ച് അല്ലെങ്കിൽ വളർന്ന നിങ്ങളെയും എന്നെയും നീതീകരിക്കുവാൻ പിതാവ് തന്ന് നമ്മെ നീതീകരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടപ്പെടും എന്ന് റോമാ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കരങ്ങളെ നീട്ടിപ്പിടിക്കാം. പലപ്പോഴും നാം രക്ഷപ്പെടാത്തത് നമ്മുടെ അവിശ്വാസമാണ്, നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ചിലപ്പോൾ ഈ അടിമ വന്നിരിക്കുന്നത് മരണവാതിലിലാണ് അവൻ പ്രവേശിച്ചത്. അവൻ സമീപിച്ചിരുന്നത് മരണവാതിലില്ല. സങ്കീർത്തന പുസ്തകം 107-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവർ മരണവാതിലുകളിൽ കൂടെ സമീപിച്ചിരിക്കുന്നു. അവൻ മരണവാതിലിൽ കൂടെ കടന്നുപോയി. പക്ഷേ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി ശതാധിപൻ കർത്താവോട് അരുളി ചെയ്തു, കർത്താവേ, ഒരു വാക്ക് പറഞ്ഞാൽ മതി. കർത്താവ് തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. സങ്കീർത്തനം 107-ന്റെ 20 വായിക്കുമ്പോൾ
നമ്മുടെ പരിശുദ്ധനായ ദൈവം തൻ്റെ തിരുവചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. 107 പറഞ്ഞ് തിരുവചനം സദാധിപൻ മുഖാന്തരം അത് നിറവേറുവാനിടയായി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, വിശ്വാസിയെ, ദൈവപൈതലെ, വിചാരപ്പെടുന്നവരുണ്ട്, വിചാരപ്പെടുന്നവർ പരാജയപ്പെടാറുമുണ്ട്. കാരണം അവരുടെ സംശയമാണ്. അവർ ധരിച്ചിരിക്കുന്നത് ഞാൻ വിശ്വാസത്തിൽ വളർന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ബലഹീനൻ, അതുകൊണ്ടാണ് ഞാൻ പരാജയപ്പെടാൻ കാരണം. ഓർത്തോളം മറന്നു പോകരുത്, കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു മരിച്ചത് നിന്നെ രക്ഷിപ്പാനത്രേ, നിനക്ക് യോഗ്യത വരുത്താനത്രേ. നിന്നോടുള്ള സ്നേഹമാണ് അവൻ നിന്നെ രക്ഷിക്കാൻ കാരണം. നീ സംശയിക്കേണ്ട, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, നീ സൗഖ്യം പ്രാപിക്കും, നിശ്ചയം. നീ രക്ഷപ്പെടും, നീ രക്ഷിക്കപ്പെടും, നിശ്ചയം. പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും നടുവിൽ നീ വിചാരപ്പെടരുത്. നിന്നെ ഏൽപ്പിച്ച പണി നീ വിശ്വാസത്തോടെ ചെയ്യുക. ലോകം നിനക്ക് എതിരെ കടന്നു വരാം. നിന്റെ അടുത്ത് നിൽക്കുന്നവർ, നിന്റെ കൂടെ നിൽക്കുന്നവർ, കൂടപ്പിറപ്പുകൾ നിന്നെ പരിഹസിച്ചെന്ന് വരാം. നിന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോട് നിവർത്തിക്കുക. അതാ നോഹ ചെയ്തത്. നോഹയെ ചുറ്റിലും നിന്നവർ അവനെ പരിഹസിച്ചു, പക്ഷെ ഏൽപ്പിച്ചത് വിശ്വാസത്തോടെ അവൻ നിവർത്തിച്ചു. ജലപ്രളയം വന്നപ്പോൾ, ആമേൻ, ജലപ്രളയം വന്നപ്പോൾ പരിഹസിച്ചവരെല്ലാവരും നശിച്ചു പോയി. പക്ഷെ അവൻ്റെ വിശ്വാസം അവന് രക്ഷയ്ക്കിടയായി തീർന്നു. ലോകത്തോട് അനുരൂപപ്പെടരുത്. മറ്റുള്ളവർ എന്താണ് നിന്നെക്കുറിച്ച് പറയുന്നതെന്ന് നീ വിചാരപ്പെടരുത്. നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ വിശ്വസ്തയോട് നിവർത്തിക്കുക. നീ സാധാരണപ്പെട്ടവനല്ല, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ വിലയേറപ്പെട്ടവനാ. ഒരു സാധാരണപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന സ്ത്രീയാണ് ഒരു രാജാവിൻ്റെ ഭാര്യയായിട്ട് മാറിയത്. പേർഷ്യൻ രാജാവിൻ്റെ ഭാര്യയായി മാറിയ എസ്തർ വിശ്വസിച്ചു. അവളുടെ വിശ്വാസമായിരുന്നു. എന്താണ് അവളുടെ വിശ്വാസം? അവൾ ഒരുങ്ങി, അവൾ സമർപ്പിച്ചു, അതിനായി പരമേൽപ്പിച്ചു. സാഹചര്യങ്ങളെല്ലാം മറന്നു, സ്വന്തങ്ങളും ബന്ധങ്ങളും എല്ലാം വിട്ടുപോയി. പക്ഷെ അവൾ തന്നെത്താൻ ഒരുങ്ങുവാൻ പരമേൽപ്പിച്ചു. അവളെ ഒരുക്കിയെടുത്തു ദൈവം. ഒരു രാജാവിൻ്റെ ഭാര്യയായി നിന്നെയും ദൈവം വേർതിരിച്ചത്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിക്കാൻ കാരണം നിന്നെയും ഒരു മണവാട്ടിയായി ദൈവം കണ്ടിട്ടുണ്ട്. ഒരു രാജാവിൻ്റെ മണവാട്ടിയായി ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, യേശു തൻ്റെ ശക്തിയെ ശിഷ്യന്മാരുടെ ഇടയിൽ വെളിപ്പെടുത്താൻ കാരണം എന്താണെന്നറിയാമോ? അവർക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാനാണ്. യേശു ഹല്ലേലൂയ തിരമാലകളും ഹല്ലേലൂയ കൊടുങ്കാറ്റും അടിച്ച് ഹല്ലേലൂയ അവർ യാത്ര ചെയ്ത പടകിനെ മറിച്ചു കളയാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? Just to teach them a lesson. ഓ, ഞാൻ വലിയവനെന്നോ, ഞാൻ സർവശക്തനെന്നോ, ഞാൻ സർവജ്ഞാനിയോ എന്ന് കാണിക്കാനല്ല. Just to teach them a lesson. ചിലപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ചില കാറ്റുകൾ അടുപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ കാറ്റോടെ ഒപ്പം പോകാനല്ല, അതിൻ്റെ നടുവിൽ നീ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാനാണ്.